സക്സസ്ഫുൾ ആകണം എന്ന ആഗ്രഹമുള്ള എല്ലാവരും ഈ കഥ കേട്ടിരിക്കേണ്ടതാണ്. ഒരു ബിസിനസ് ഓണർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. ആ ഐഡിയ വെച്ചിട്ട് ഏകദേശം 1 കൊല്ലത്തോളം നല്ല നല്ല ആൾക്കാരെ ഈ ഐഡിയ വെച്ച് അയാൾ പിച്ച് ചെയ്തു. ഏകദേശം 60 ആൾക്കാർ. പക്ഷെ ആരും അതിനൊരു ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അപ്പൊ ഇദ്ദേഹം വളരെയധികം ഡെസ്പായതിനു ശേഷം വീട്ടിലെത്തി. ഇങ്ങനെ ഡെസ്പായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാദർ ചോദിച്ചു, എന്ത് പറ്റി മകനെ? അപ്പൊ ഫാദറിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പൊ ഫാദർ പറഞ്ഞു, മോനെ നിനക്ക് ഓർമ്മയുണ്ടോ, ചെറുപ്പത്തിൽ നിനക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ നിന്നെ 6 കൊല്ലം വെയിറ്റ് ചെയ്യിപ്പിച്ചു അവിടെ എത്തിക്കാൻ. അത് ഏത് സ്ഥലമാണെന്നറിയോ? മാം പറഞ്ഞു, ഡിസ്നിലാൻഡ്. പറഞ്ഞു, യെസ്. ഈ വേൾഡ് ഡിസ്നിലാൻഡ് തുറന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് അവിടെ പോകാൻ പറ്റുമായിരുന്നു? മകൻ പറഞ്ഞു, ഇല്ല. അദ്ദേഹം ഡിസ്നിലാൻഡ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം ഫേസ് ചെയ്തിരുന്നത് ഏകദേശം 302 റിജക്ഷൻസ് ആണ്. അദ്ദേഹം ഈ 60ാമത്തെ റിജക്ഷൻ നിർത്തിയിരുന്നെങ്കിൽ നിനക്ക് ഈ ഡിസ്നിലാൻഡ് ഉണ്ടാവുമായിരുന്നോ? ഇല്ല. സോ നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കറിയില്ല ഏത് എഫേർട്ടിലാണ്, ഏത് ട്രൈയിലാണ് അത് സക്സസ്ഫുൾ ആവാം. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തില്ലെങ്കിലോ ഡെഫിനറ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവില്ല. സി, യൂണിവേഴ്സ് നിനക്ക് ആ ഒരു ഐഡിയ തന്നിട്ടുണ്ടെങ്കിൽ നിന്നിലെ വിശ്വാസമുണ്ടാവും. പക്ഷെ നീ നിന്നോട് ചോദിക്കേണ്ട ചോദ്യം, നിനക്ക് ആ വിശ്വാസം ഉണ്ടാവാം. നിനക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ നീ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നീ സക്സസ്ഫുൾ ആവും.